നമ്മളിപ്പോൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ ബറോസ് എന്ന സംഭവം. ബറോസ് എന്ന സിനിമയെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ അതിന്റെ 3D ഫോർമാറ്റിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഈ ചിത്രം 3D തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് അണിയറ പ്രവർത്തകർ എടുത്തു പറയുന്നത്. മോഹൻലാലിന് കുട്ടികളുടെ ഒരു ഫാന്റസി ചിത്രം ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അതാണ് മോഹൻലാൽ ബറോസിലൂടെ സാധിച്ചെടുത്തിരിക്കുന്നതും. ഇപ്പോൾ പുറത്തിറങ്ങിയ ബറോസിന്റെ ട്രെയിലർ 3Dയിൽ കാണേണ്ടതാണ്. കാരണം 3Dയിലാണ് സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പ്രചാരമുള്ള മാധ്യമം യൂട്യൂബ് ആണല്ലോ. അതുകൊണ്ടാണ് യൂട്യൂബിൽ ട്രെയിലർ റിലീസ് ചെയ്തത്. അതിന്റെ യഥാർത്ഥ അനുഭവം കിട്ടണമെങ്കിൽ 3Dയിൽ തന്നെ കാണണം. സിനിമയുടെ കണ്ടന്റ് മോഹൻലാലിന്റെ വിഷനാണ്. അദ്ദേഹത്തിന് കുട്ടികളുടെ ഒരു ഫാന്റസി ചിത്രം ചെയ്യണം എന്നതായിരുന്നു ആഗ്രഹം. സിനിമ ഡിസ്നിയിലെ ആൾക്കാരൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ അധികം വരാറില്ല. എന്തുകൊണ്ടാണ് ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്തതെന്ന് സന്തോഷ് ശിവൻ മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളുടെ സിനിമ അധികം ആരും ചെയ്യാറില്ലല്ലോ, നമുക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം. അല്ലാതെയുള്ള സിനിമകളിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടല്ലോ, ഒരു ഫാന്റസി സിനിമ ചെയ്യണം എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹമൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ഈ പടം അദ്ദേഹം തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. 3D സിനിമയിൽ ഇപ്പോൾ എടുക്കുന്നവർ 3Dയിൽ ഒന്നുമല്ല ചെയ്യുന്നത്, 2Dയിൽ ചെയ്തിട്ട് 3Dയിലേക്ക് മാറ്റുകയാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും മതിയാക്കും. ഇത് പക്ഷേ മുഴുവനും 3Dയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലാലിന് സിനിമയോടുള്ള പാഷൻ കാരണം മുഴുവൻ 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തു. 3D ക്യാമറ എന്നത് 2 ക്യാമറ ഒരുമിച്ച് ചേരുന്നത്ര വലിയ ക്യാമറയാണ്. അത് നമുക്ക് സാധാരണ ക്യാമറ വെച്ച് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരുപാട് ലൈറ്റ് വേണം. ക്യാമറ ചലിപ്പിക്കാൻ വലിയ പാടാണ്. അദ്ദേഹത്തിന് അതൊക്കെ വേണം. അത് സാധിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ കടമ. എനിക്ക് ചലഞ്ചിങ് ആയ വർക്കുകൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഇത് നല്ലൊരു ക്രൂ ആയിരുന്നു. രാജീവ് കുമാർ, സന്തോഷ് രാമൻ തുടങ്ങി പാഷനേറ്റ് ആയിട്ട് കൂടെ നിൽക്കുന്ന കുറെ പേർ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് സിനിമയിൽ കാണാം. ഈ സിനിമയിൽ അറിയപ്പെടുന്ന താരങ്ങൾ അധികമില്ല. കുട്ടികളുടെ സിനിമയാകുമ്പോൾ എല്ലാ ഭാഷയിലും റിലീസ് ചെയ്യണം. VFX ഒക്കെ 3D ചെയ്യുമ്പോൾ താമസം വരും. അതാണ് സിനിമ തീരാൻ ഇത്രയും സമയം എടുത്തത്. ചെറിയൊരു എഫക്റ്റ് പോലും ചെയ്യാൻ സമയമെടുക്കും. നമ്മൾ സാധാരണ ശീലിച്ച സംഭവത്തിൽ നിന്നും മാറിയാണ് ഈ സിനിമ ചെയ്തത്. എല്ലാ ജോലികളും ഡബിൾ ആണ്. ബറോസ് എന്ന സിനിമയുടെ ക്യാമറാമാൻ സന്തോഷ് ശിവൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധ നേടുന്നുണ്ട്. കാരണം ബറോസ് എന്ന സിനിമ ഇത്രയും വൈകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബറോസ് നമ്മൾ വിചാരിക്കുന്നതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സിനിമയല്ല. അതിന് ഒത്തിരി വർക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. ട്രെയിലർ നമ്മൾ കാണുമ്പോഴും വലിയ രീതിയിൽ ആ ട്രെയിലറിനെ പ്രശംസിക്കുമ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഒരു വെർച്വൽ 3D എഫക്റ്റിലുള്ള ഒരു ട്രെയിലറാണ്. അതിനെ ഒരു കണ്ണടച്ചു പിടിച്ച് കണ്ടാൽ മികച്ച രീതിയിൽ 3D അനുഭവിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ അനുമാനിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെയല്ല കാണേണ്ടത് ഒറിജിനൽ 3Dയിൽ തന്നെയാണ്. കാരണം ഈ ചിത്രം പൂർണ്ണമായും 3Dയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ട്രെയിലറിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. യൂട്യൂബിൽ നമ്പർ 1 ആണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തതാണെങ്കിലും മനസ്സ് നിറച്ച ഒരു ഷൂട്ടിംഗ് അനുഭവമാണ് ബറോസ് തന്നതെന്ന് സന്തോഷ് ശിവൻ തന്നെ പറയുന്നുണ്ട്.